ഹലോ, വെൽക്കം. അപ്പോൾ നമ്മളിന്ന് ലൊക്കേഷൻ ഹണ്ടിൻ്റെ 3rd ഡേ ആണ്. നമുക്കിതുപോലെ നമ്മൾ ആദ്യം ആലപ്പുഴയാണ് പോയത്. നമുക്ക് അവിടെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ശനി പറയുന്നത് പോലെ നമ്മളടുത്ത് വൈപ്പിനാണ് പോയത്. വൈപ്പിനും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനടുത്ത് നമ്മൾ നേരെ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ ചാവക്കാട്ടേക്കാണ്. ചാവക്കാടാണ് പോകുന്നത്. അവിടെ കുറേ നല്ല ബീച്ച് ഏരിയകളുണ്ട്. സോ ചാവക്കാടും എൻ്റെ നാടൊക്കെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. എന്താ നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഏടി ഇന്ന് വരുന്നില്ല കേട്ടോ. നമുക്ക് എന്താ പറയാ, എന്താണ് നമ്മളത് പരിപാടി 3 ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ചാവക്കാട്ടേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ കിട്ടും പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള യാത്ര ഞാൻ ഇല്ല ഈ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും കാണാം. നമുക്കിനി ഇവിടുന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്ററിനടുത്ത് വേറെ ഉണ്ട് കേട്ടോ, ചാവക്കാട് സൈഡിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. നല്ല മഴയാണിത്, ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് റെയിൻകോട്ടൊക്കെ ഉണ്ട്. ഒരു ഫൺ മൂഡ് പിടിച്ചിട്ടാണ് നമ്മൾ പോകണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിത് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. കോട്ടപ്പുറം ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിലേക്ക്. പക്ഷെ നമ്മൾ ചാവക്കാട് തന്നെ മെയിൻ ലൊക്കേഷൻ വെച്ചിട്ടല്ല കേട്ടോ പോണേ. ഈ പോണ വഴിക്ക് നമ്മൾ കടൽ ഏരിയയിലേക്കുള്ള റോഡുകൾ കാണുമ്പോൾ ഉള്ളിലേക്ക് കയറാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയി നോക്കാം. പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും നമുക്ക് പറ്റിയ ലൊക്കേഷൻ ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ കാണാം. സ്ഥലത്തിൻ്റെ പേരെന്താ? ഞങ്ങളെ ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കി ഇറങ്ങിയതാണ്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇതുപോലത്തെ കടലിനോട് ചേർന്നിട്ട് 2 വീടുകൾ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ ഈ ഭാഗത്ത്? അത് കഴിയുമ്പോൾ 2-2.5 കിലോമീറ്ററോളം പോകണം. ഓക്കെ, നമ്മളിത് ചാവക്കാടൊന്നും എത്തിയിട്ടില്ല. ചാവക്കാട് മുമ്പ് വേറൊരു ഏരിയയിലേക്ക് നമ്മൾ കയറിയതാട്ടോ. നമ്മൾ ബീച്ച് സൈഡ് എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് ഇതാണോ? സ്നേഹതീരം. ചേട്ടാ, ഇത് സ്വപ്നതീരമാണോ ബീച്ച്? ഞങ്ങളെ ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കി ഇറങ്ങിയതാ. ഒന്ന് കാണിക്ക്. ഏകദേശം ഇതേപോലത്തെ 2 വീടുകൾ കിട്ടുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? കടൽ തീരം, കടലിനോടനുബന്ധിച്ച് നിൽക്കുന്ന 2 വീടുകൾ ഇവിടെ എവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? ചെറുതെന്ന് പറഞ്ഞാൽ വാർപ്പിട്ട വീടാണെങ്കിലും പ്രശ്നമില്ല, ഓട് വീട് തന്നെ നിർബന്ധമില്ല. ഇതുപോലത്തെ 2 വീടുകൾ കടലിൽ ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ കുട്ടികളുടെ ഒരു സീനാ, ഓടി കളിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റിയ പോലെ ഉണ്ടോ? ആണല്ലേ, 2 വീടുണ്ടോ അവിടെ? ഇതുപോ ആണല്ലേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് തരാം. ആ, പോയി നോക്കിയാലോ? എവിടെയാണ്? നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓക്കെ, നമ്മളിത് സ്വപ്നതീരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ടോ കണ്ട്? അത് ഇവിടെ കടലിനോട് അടുത്തിട്ടുള്ള സ്ഥലമാണ്. സ്വപ്നതീരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി നമ്മുടെ ചാവക്കാടൊക്കെ എത്തുന്നതിന് കുറേ മുമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചേട്ടൻ ലൊക്കേഷൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ആ, എറണാകുളം ഞങ്ങൾ കാക്കനാട് കല്ലൂർ ഭാഗത്ത് ആ 2 ഏരിയയിലത്തെ ഓഫീസ്. ശരിക്കും ഏതാ ചേട്ടാ സ്ഥലം? ഏതാ? കഴിമ്പറമ്പ് ബീച്ച് അല്ലേ? കരിമ്പറം ബീച്ച്. ഓക്കെ, അതായത് നമുക്ക് ഇവിടുന്ന് ചാവക്കാട്ടേക്കൊക്കെ ഒരുപാട് ദൂരം ഉണ്ടോ? ഓക്കെ, ഈ ഇടതേ ഭാഗത്തൊക്കെ കാണുന്നത് കടലാണ്. ഏകദേശം കടൽ ഭിത്തിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ കേട്ടോ. ഇതേ ചേട്ടൻ നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി പോകാം കേട്ടോ. ശരിക്കും ഈ ഏരിയ ഒക്കെ കടലാണ്, അപ്പുറത്ത് കടലാണ്. ഈ പറയണ കടൽ ഭിത്തികളോ കാര്യങ്ങളൊന്നുമില്ല.
ഓക്കെ, നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് ചെറുതായിട്ട് ലൊക്കേഷൻ മാറിയിട്ടോ. കടലവിടെ പുറകിലാണ്, നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നണില്ല ലൊക്കേഷൻ നമ്മൾ വിചാരിച്ച സാധനമാണെന്ന് കേട്ടോ. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ വീട് കാണിച്ചോളൂ, വീട് ഈ വീട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു നമുക്ക് പറ്റിയ ലൊക്കേഷൻ അല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നോക്കാം. നോക്കേണ്ടി വരും. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ശിവൻ ചേട്ടനല്ലേ? ആയിക്കോട്ടെ, എന്തായാലും താങ്ക്സ് ശിവൻ ചേട്ടാ. ഞങ്ങൾ ഓർത്തതേ ഇതേപോലത്തെ കിട്ടണമായിരുന്നു. ഇങ്ങനെ അതായത് സീൻ ഇങ്ങനെയാണ്, കടൽ തീരത്ത് ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഓടി കളിച്ചിട്ട് കൊണ്ട് വരണേ. ഓക്കെ, ആ പുറകിൽ കാണുന്നതാട്ടോ ശിവൻ ചേട്ടൻ്റെ വീട്. സത്യത്തിൽ ആളുദ്ദേശിച്ചത് നമുക്ക് എങ്ങനത്തെങ്കിലും ഒരു വീട് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി എന്ന് ഓർത്തിട്ടാണ് പാവം നമ്മൾ കൊണ്ടുവന്നിട്ടോ. പക്ഷെ ആൾക്ക് നമ്മൾക്ക് പറ്റിയ സ്ഥലമല്ല. നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടോ, ഫുള്ളൊരു അത്യാവശ്യം ഇങ്ങനെ ഒരു ഉള്ളേരിയ പോലത്തെ സ്ഥലമാണ്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കടൽ കാണാം. ഇവിടെ ഒരു വീടുണ്ട്. ഞാൻ സത്യത്തിലേ കണ്ണാ പുള്ളിക്കാരൻ വന്നപ്പോൾ ഞാൻ ഈ വീട് കാണിച്ചു തരാനാന്ന് ഓർത്തു. ഇത് കിട്ടിയിട്ട് കാര്യമില്ല, പക്ഷേ കോൺസെപ്റ്റ് കണ്ടോ, അത് നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെ കടലാണ് നമുക്ക് കാണാൻ പറ്റണം കേട്ടോ. കണ്ടോ, കടലാണ്, കടലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു വീടുള്ളത് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് പറ്റിയതല്ല. എന്തായാലും നമുക്ക് വേറെ നോക്കാം. നേരെ വന്ന് ഇവിടെ കടലാട്ടോ. വാവ്, അടിപൊളിയാണ്. ആക്ച്വലി കടൽ വെള്ളം അവിടെ നിന്ന് അടിച്ചിട്ട് ഇതുവരെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ അങ്ങനെ ഒരു തോട് പോലെ ശരിക്കും അങ്ങോട്ടുണ്ട്. വേറൊരു സാധനം കണ്ടോ, ഇതെന്താടാ കണ്ണാ? ശരിയാണല്ലോ, ഇതിന്റെ മേലെ വിഗ്രഹം ഇരിക്കുന്ന നോക്കി. എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത്? ആരോടെ കൊടുന്ന് വെച്ചേ? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കട്ടാ അവിടെ പോവാണ്. പുള്ളി ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ നമ്മൾ സത്യം പറഞ്ഞൊന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഏകദേശം ചാവക്കാട് നിന്ന്, അതായത് ഇവിടുന്ന് ചാവക്കാട് പൊന്നാനി റൂട്ടിലാണ് നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത്. ഓക്കെ, ഞങ്ങളെ ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കി ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനത്തെ ഏകദേശം ഇതേപോലത്തെ വീടുകൾ അടുത്തെവിടെയെങ്കിലും കിട്ടാനുണ്ടോ? 2 വീടുകളും കടൽ തീരം ഒക്കെ ആയിട്ടുള്ള പോലത്തെ. ഓക്കെ, സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും തപ്പിയാൽ കുറച്ചെങ്കിലും മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു ഇതാണുള്ളത്. അതായത് ഇവിടെ കുറച്ച് ചെടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വീടും പിന്നെ ഇവിടെ ചേച്ചിയുടെ കടയാണ്. ഇതും ഓൾറെഡി ഏതോ സിനിമക്കാർ വന്നിട്ട് സെറ്റ് ഇട്ടതാട്ടോ. സെറ്റ് ഇട്ടെന്ന് പറയുന്നുണ്ട്. ചേച്ചി കടയായിട്ട് നടത്തുന്നുണ്ട്. ഈ ഒരു പോർഷനത്തെ മതിൽ കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നേരെ കാണുന്ന അപ്പുറത്ത് കടലാണ്. ഇവരെ കുറച്ചും കൂടെ മാച്ചായിട്ട് കിട്ടിയ ലൊക്കേഷൻ നമുക്കിതാണ്. ഓക്കെ, ഇത് ഏതാ ചേച്ചി സ്ഥലം കറക്റ്റ്? കോതകുളം ബീച്ച്. ആ, വലപ്പാട് കേട്ടിട്ടുണ്ട്. വലപ്പാട് കോതകുളം. ഓക്കെ, കോതകുളം ബീച്ച്. ഓക്കെ ഓക്കെ, ചേച്ചിയുടെ നമ്പർ ഒന്ന് തരുമോ എനിക്ക്? ഞാൻ ഒരു കോണ്ടാക്ട് നമ്പർ മേടിക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ഇവിടെ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇവിടെ വീട്. ഇതൊരു വീട് ഒന്ന് സെറ്റപ്പാക്കി എടുത്താൽ അടിപൊളിയാവുമെന്നാണ് കരുതുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വല്ലപ്പാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഇതുണ്ട് കേട്ടോ. ഗ്രൗണ്ട് സെറ്റപ്പും ഉണ്ട്. ഇവിടെ പിള്ളേർ ഓടി കളിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നല്ല മഴയായിരുന്നു. നമ്മൾ അവസാനം കണ്ട 2 വീടുകളിൽ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല മഴയായിരുന്നു. പിന്നെന്താ അറിയില്ല, അതിലൊരു വീട്ടിൽ അപ്പുറത്ത് നമ്മൾ സെറ്റ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, അത് നമ്മളൊരു വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നാളെയും ബാക്കി ഏരിയകളെല്ലാം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം.